ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജിയാണ് നോക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജീവൽ പ്രക്രിയകളിലേക്ക് അല്ലെങ്കിൽ ടു ലൈഫ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ 6 ടോപ്പിക്സ് ആണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെ നോക്കാം. മെറ്റാബോളിസം, ആന്തര പരിസ്ഥിതിയും സമസ്ഥിതിയും, പ്ലാസ്മ സ്തരവും പദാർത്ഥ വിനിമയവും, പ്രകാശ സംശ്ലേഷണവും പോഷകങ്ങളും, സസ്യസേവനങ്ങൾ, സസ്യ സംരക്ഷണങ്ങൾ. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോവാം. ജീവൻ്റെ താക്കോൽ ശാസ്ത്രത്തിൻ്റെ സേഫിൽ, അതായത് ജീവിതത്തിൻ്റെ കീ ശാസ്ത്രത്തിൻ്റെ കയ്യിൽ സേഫ് ആണെന്നാണ് പറയുന്നത്. കൃത്രിമമായി ജീവൻ സൃഷ്ടിക്കാനാകുമോ? എത്രയോ കാലം മുമ്പ് ശാസ്ത്രം ഏറ്റെടുത്ത വെല്ലുവിളിയാണിത്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തീവ്രമായത് 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം പിന്നിട്ടതിന് ശേഷം നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ യാഥാർത്ഥ്യമായി. കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഈ കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത്. സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഘടിക്കുന്നതിനും കൃത്രിമ ബാക്ടീരിയക്ക് കഴിയും. അതായത് ആദ്യമായി ലാബിൽ കൃത്രിമമായി ജീവൻ സൃഷ്ടിക്കുന്നത് വരെ എത്തി മനുഷ്യൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങൾ. ആദ്യമായി കേംബ്രിഡ്ജിലെ കുറച്ച് ഗവേഷകർ ലാബിൽ ഈ കോളിയൻ എന്ന ബാക്ടീരിയയാണ് ആദ്യമായി കണ്ടെത്തിയത്. ഈ ബാക്ടീരിയ മണ്ണിലും കുടലിലും കാണപ്പെടുന്നത്. പക്ഷെ സാധാരണ ബാക്ടീരിയയുടെ വേഗത കൃത്രിമ ബാക്ടീരിയക്ക് ഉണ്ടാവില്ല. എന്നാലും വളരുന്നതിനും വിഭജിക്കുന്നതിനുമൊക്കെ സാധാരണ ബാക്ടീരിയയെ പോലെ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ആ സൈഡിൽ എന്താ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. നീ ഡ്യൂപ്ലിക്കേറ്റാ, ഞാൻ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഒന്നുമില്ല. നമ്മൾ രണ്ടും ബാക്ടീരിയകളാ. എന്നെ ലാബിൽ നിർമ്മിച്ചെന്നേ ഉള്ളൂ. അതായത് രണ്ടും ഒരേപോലെ ഒരേ പ്രവർത്തനങ്ങളും ഒരേ ജീവന് തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയയും ലാബിൽ നിർമ്മിക്കപ്പെട്ട ബാക്ടീരിയയും തമ്മിലുള്ള സാങ്കല്പിക സംഭാഷണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ശാസ്ത്രലോകത്ത് സംഭവിച്ച വിസ്മയകരമായ മുന്നേറ്റമായിരുന്നു കൃത്രിമ ബാക്ടീരിയയുടെ നിർമ്മാണം. പണ്ട് കാലങ്ങളിലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ജീവനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കഴിയാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറേ മാറിയല്ലേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തും ഇപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലേക്ക് നമ്മുടെ ശാസ്ത്രം വളർന്നു എന്നാണ് ഇതിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് നോക്കാം. ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ. ജീവൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശം ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കോശങ്ങളിലാണ് ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായും നടക്കുന്നത്. ഇനി ജീവൻ്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ജീവനുള്ള സാധനത്തിന് ചലിക്കാൻ കഴിയും, പ്രതികരിക്കാനാകും, ശ്വസനം എടുക്കാൻ പറ്റും, വളരാൻ പറ്റും, തലമുറ കൂട്ടാൻ പറ്റും. ഇതൊക്കെ ജീവനുള്ള വസ്തുവിൻ്റെ സവിശേഷതയാണ്. ഒരു ജീവനുള്ള ഓർഗാനിസത്തിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഫുൾ ഓഫ് സെല്ലാണ്. അതായത് കോശം കൊണ്ടാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചത്. അതും ഒരുപാട് കോശം ഉണ്ട് ശരീരത്തിൽ. അത് നിർത്താതെ പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുകയാണ്. കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നിങ്ങനെയുള്ള മൂലകങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നാണ് ഈ തന്മാത്രകൾ രൂപപ്പെടുന്നത്. ഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവ ബയോമോളിക്യൂൾസ് എന്നറിയപ്പെടുന്നു. ബയോമോളിക്യൂൾസിനെ കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന വിശകലനം ചെയ്യാം. നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ പ്രക്രിയ അപ്പോൾ നല്ലതുപോലെ നടക്കണമെങ്കിൽ ഒരുപാട് മോളിക്യൂൾസ് വേണം. അതായത് തന്മാത്രകൾ, ഒരുപാട് എലമെൻറ്റ്സ് ചേർന്നാണ് തന്മാത്ര ഉണ്ടാകുന്നത്. അതായത് ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്ര ഉണ്ടായത്. ഇതിനെല്ലാം ആണ് സെൽ. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ,
ഫോസ്ഫറസ് ആൻഡ് കാൽസ്യം. അപ്പോൾ എന്നിവയെല്ലാം ചേർന്ന തന്മാത്രയെ ബയോമോളിക്യൂൾസ് എന്ന് പറയും. ഈ ഈ എലമെൻസിൻ്റെ ഹെൽപ്പോടെ കൂടെ മാത്രമേ സെല്ലിൻ്റെ സ്ട്രക്ചറിനും ഫങ്ഷനിനും എല്ലാം നല്ല രീതിയിൽ നടക്കാനാകല്ലോ. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം എന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ്, ലിപിഡ്, പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിയസ് ആസിഡ്, ഇതാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം. ഇനി ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റുകൾ, ലിപ്പിഡുകൾ, പ്രോട്ടീനുകൾ, ന്യൂക്ലിയസ് ആസിഡുകളാണ്. ഇനി നമുക്ക് ഓരോന്നിനും ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എല്ലാം കൂടിച്ചേർന്നതാണ്. ലിപ്പിഡുകൾ എന്ന് പറഞ്ഞാൽ കൊഴുപ്പുകൾ, എണ്ണകൾ, എൻസൈമുകളെല്ലാം കൂടിച്ചേർന്നതാണ്. പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞാൽ ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ, എൻസൈമുകളാണ്. അപ്പോൾ പിന്നെ ന്യൂക്ലിയസ് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ DNA, RNA ആണ്. ഇപ്പോൾ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിനും അതേപോലെ ഫങ്ഷനിങ്ങിനും ഇൻക്ലൂഡഡ് ആണ് എന്നതിൽ പറയാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി ബയോമോളിക്യൂൾസും ഒട്ടനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ മെറ്റാബോളിസം എന്ന് പറയുന്നു. ഇനി മെറ്റാബോളിസം എന്താണെന്ന് നോക്കാം. ഈ ബയോമോളിക്യൂൾസ് മാത്രമല്ല, എല്ലാ ഫാക്ടേഴ്സും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ പ്രവർത്തനം നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു ജീവൻ്റെ ഫുള്ളായി നടക്കുന്ന എല്ലാ പ്രവർത്തനത്തിനെയും മെറ്റാബോളിസം എന്നാണ് പറയുക. അതായത് ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അതിന് ഇന്നതായ ഘടകങ്ങൾ, എലമെൻസ് ഉണ്ട്. പക്ഷേ മെറ്റാബോളിസം എന്ന് പറയുമ്പോൾ അത് എല്ലാ പ്രവർത്തനങ്ങളെയും കൂടിച്ചേർന്ന് പറയുന്നതിനെയാണ് മെറ്റാബോളിസം എന്ന് പറയാം. മെറ്റാബോളിസത്തെ രണ്ടായി തിരിക്കാം. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നത് അനാബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്നത് കറ്റാബോളിസവുമാണ്. അപ്പോൾ മെറ്റാബോളിസത്തിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്താണ് അനാബോളിസം, രണ്ടാമത്തേത് കറ്റാബോളിസമാണ്. അനാബോളിസം എന്ന് പറഞ്ഞാൽ ചില ബയോമോളിക്യൂൾസ് ചേരുന്നതിനെയാണ്, അതായത് പുതിയ ഒരു സാധനം ഉണ്ടാക്കുന്നത്, കണ്ടിന്യൂസ് ആയിക്കാണ്ട് അതിൽ കൂടി ചേർന്ന് പോകുന്നതിന്, ഇതിനെയാണ് അനാബോളിസം എന്ന് പറയുന്നത്. കറ്റാബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആക്കുന്നതിനെയാണ്. അതായത് ഒന്നിനെ നമ്മൾ അതിൽ ഒരു ബ്രേക്ക്, അതിനെ നശിപ്പിക്കുന്ന തരത്തിൽ ആക്കുന്നതിനാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. വിഘടിപ്പിക്കുന്ന കറ്റാബോളിസം അല്ലെങ്കിൽ വേർതിരിക്കുന്നതിനെയാണ് എന്ന് പറയാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന മെറ്റാബോളിസം, അനാബോളിസം, അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് എന്താ പറയുക, കറ്റാബോളിസം എന്നാണ്. അപ്പോൾ കറ്റാബോളിസത്തിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന പ്രോട്ടീൻ വിഘടനം, മറ്റേത് എന്താണ്, പ്രോട്ടീൻ അല്ലെങ്കിൽ തന്മാത്രം കൂടിച്ചേരുക എന്നതാണ് അനാബോളിസം എന്ന് പറയുന്നത്. ഇനി അനാബോളിസത്തിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അതായത് ഒരുപാട് കൂട്ടം ചേർന്ന് കാണ്ട് ഒരു സാധനത്തെ അത് ഉണ്ടാക്കി അതിന് ചേർക്കുകയാണ് ചെയ്യുന്നത്, കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നതല്ലേ. ഇനി നമുക്ക് കറ്റാബോളിസം എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ വിഘടിച്ച് ആമിനോ ആസിഡുകളായി മാറുന്നു. അതായത് ഓരോ പാർട്ട് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്.
ഈ എലമെൻസൊക്കെ കൂടാതെ ഇതിന് എൻസൈമുകളും ഹോർമോൺസും കൂടി ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനുമാണ് എൻസൈമുകളും ഹോർമോണുകളും ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറിപ്പിലേക്ക് പോകാം. അപ്പോൾ ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ്. ഉമിനീരിലെ സലൈവറി അമിലോസ്, ആമാശയത്തിലെ പെപ്റ്റിൻ എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി എൻസൈം എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ മെറ്റാബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യാനും അതേപോലെ ഹെൽപ്പ് ചെയ്യാനും എൻസൈമിലൂടെ പിന്നെ ഹോർമോൺസും ഉണ്ട്. അപ്പോൾ ഇതിനെ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എൻസൈംസ് എന്ന് പറഞ്ഞാൽ ജീവികളിൽ നടക്കുന്ന ഫങ്ഷൻ്റെ വേഗത കൂട്ടാൻ സഹായിക്കുന്നതാണ് എൻസൈമുകൾ. കൂടുതലും പ്രോട്ടീൻ ആണ്. അപ്പോൾ നമ്മുടെ ഉമിനീര് അടങ്ങിയ എൻസൈമുകളാണ് സലൈവറി അമിലോസ്. അതായത് നമ്മുടെ വയറിൽ അടങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ കുടലിൽ അടങ്ങിയ എൻസൈമുകളാണ് പെപ്റ്റിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉമിനീര് പെട്ടെന്ന് വരികയും അത് പോവുകയും ചെയ്യുന്നല്ലേ, അതിൻ്റെയൊക്കെ വേഗത കൂട്ടുന്നത് ആരാണ്? എൻസൈമുകളാണ്. അതേപോലെ നമ്മുടെ ആമാശയത്തിലെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ വേഗത കൂട്ടി നടത്തുന്നത് എൻസൈമുകളുടെ ഹെൽപ്പോടെയാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഇല്ല ഹോർമോൺസ് എന്താ നോക്കാം. അപ്പോൾ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. അപ്പോൾ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രോസ്റ്ററോൺ എന്നിവ ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനും അതായത് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനെയാണ് ഹോർമോൺസ് എന്ന് സഹായിക്കുന്നത്. അതായത് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും നിയന്ത്രിച്ചു കൊണ്ടാണ് നമ്മൾക്ക് ഹോർമോൺ സഹായിക്കുമെന്ന് പറഞ്ഞത്. പിന്നെ ഇത് ഒരു കെമിക്കൽ തന്മാത്രകളാണ്. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് ഹോർമോൺസിനെ ഉണ്ടാക്കുന്നത്. സെക്സിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഈ ഹോർമോണുകൾ എക്സാമ്പിളാണ്. അപ്പോൾ ഇത് നമ്മുടെ നിയന്ത്രിക്കുന്നുണ്ട്. അതായത് ഈ നിയന്ത്രണങ്ങളൊക്കെ ഹോർമോൺസിൻ്റെ സഹായത്തോടാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എൻസൈം എന്ന് പറഞ്ഞ വേഗത എല്ലാത്തിനും കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ഹോർമോൺസ് എന്ന് പറഞ്ഞത് നമ്മുടെ എല്ലാ കാര്യത്തിലും നിയന്ത്രണം, നമ്മൾ എവിടെ പറയണ്ട ഒക്കെ നിയന്ത്രിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺസാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരുമെന്നാണ് പറയുന്നത്. ഇനി ജീവികളിൽ മെറ്റാബോളിസത്തിന് ആവശ്യമായ ചില ഘടകങ്ങൾ കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. മെറ്റാബോളിസത്തിന് ആവശ്യമായ ഒട്ടനവധി ഘടകങ്ങൾ അവയുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അവ എന്തൊക്കെയെന്ന് നോക്കാം. ഇനി ഇത് നമ്മുടെ ഉള്ളിൽ നിന്നും അപ്പം നമ്മുടെ ഈ സെല്ലിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുറത്തു നിന്നും ഉള്ളിലേക്കും കിട്ടാനുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഓക്സിജന്, ന്യൂട്രിയൻസ് ഒക്കെ പുറത്തു നിന്ന് കിട്ടേണ്ടതാണ്. എന്നാലേ ജീവൻ ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൽ അമീബ എന്താണെന്ന് നമുക്ക് നോക്കാം. ബാഹ്യ പരിസരം. ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്തു നിന്നും പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവത്തിലേക്ക് പ്രവേശിക്കുന്നു. അതായത് അപ്പോൾ അമീബക്ക് ആകെ ഒരു സെല്ലേ ഉള്ളൂ. അതുകൊണ്ട് പുറത്തുള്ള പദാർത്ഥങ്ങൾ സെൽ മെംബ്രെയിനിലൂടെയാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ നേരിട്ട് സൈറ്റോപ്ലാസത്തിലേക്ക് നേരെ കയറാൻ പറ്റും. അതാണ് അമീബ. കാരണം ഒരു സെല്ല് മാത്രമേ അമീബക്കുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ജന്തുക്കൾ.
അല്ലെങ്കിൽ അനിമൽ നമുക്ക് നോക്കാം. കോശങ്ങൾക്കിടയിലെ ദ്രവം. ബാഹ്യ പരിസരത്തിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്കു വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ബാഹ്യ പരിസരത്തിൽ നിന്ന് സ്വീകരിക്കുന്ന വസ്തുക്കൾക്ക് ചെറിയ മാറ്റങ്ങൾ വന്നതിന് ശേഷം സെല്ലുകൾക്കിടയിലുള്ള ഫ്ലൂയിഡിലേക്ക് പദാർത്ഥങ്ങൾ വരും. എന്നിട്ട് സൈറ്റോപ്ലാസത്തിലൂടെ സെൽ മെംബ്രെയിനിലേക്ക് പോകും. ഇനി പ്ലാന്റ്സിൻ്റെ നമുക്ക് എന്താ നോക്കാം. ജന്തുക്കളിൽ അതാണ് നടക്കുന്നത്. അതായത് ദ്രവത്തിലേക്ക് ഉള്ളിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിൻ്റെ ഒക്കെ കൂടുതലില്ല കാരണം നമ്മുടെ പ്ലാന്റ്സിൽ അല്ലെങ്കിൽ സസ്യങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ പല തരത്തിൽ പുറത്ത് നിന്ന് സൈറ്റോപ്ലാസത്തിൽ പദാർത്ഥങ്ങൾ വരും. അത് ഏതൊക്കെ രീതിയിൽ നോക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കോശവീതിയിലൂടെ പോയി സെല്ലുകൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ ഉള്ളിലേക്ക് കടക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത് അടുത്തടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൈറ്റോപ്ലാസ്മിക്കിൻ്റെ ബന്ധത്തിനെയാണ് പ്ലാസ്മോമേറ്റ എന്ന് പറയുന്നത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പദാർത്ഥങ്ങൾ പോകുന്ന രീതി, ഒന്നിൽ നിന്ന് ബന്ധിപ്പിച്ച് പോകുന്ന രീതിനെയാണ് നമ്മൾ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഒരു മെംബ്രെയിൻ വഴി ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലേക്ക് പോകുന്ന രീതിയാണ് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്. ഈ രീതികളിലൊക്കെയാണ് സസ്യങ്ങളുടെ ഉള്ളിലേക്ക് കാര്യങ്ങളൊക്കെ കടക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുത്തു തരുന്നതാണ്.